വെറുതെ വെക്കേഷനായിട്ട് ഒരിടത്തും കൊണ്ടുപോകുന്നില്ലെന്നുള്ള ചെക്കൻ്റെ പരാതിക്ക് അവസാനം വഴങ്ങി കേരള സ്റ്റോറിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ടുള്ള യാത്രയാണ്. കേരള സ്റ്റോർ എത്തിയ ശേഷം കുറച്ച് മിച്ചറ്, കുറച്ച് ഏത്തക്ക, അങ്ങനെ കുറച്ച് അല്പ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടത്തെ പോയി വല്ലതും ഞം കഴിക്കാമെന്ന് കരുതി കയറിയതാണ്. അപ്പോൾ അവിടെയുള്ളൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇവളെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി ഒരു ലോലിപോപ്പും കൊടുത്ത് വിട്ടതാണ്. ഇതെന്താണെന്നറിയാമോ? ഇത് പൈനാപ്പിൾ പൊരിയാണ്, പഴംപൊരിയല്ല, പൈനാപ്പിൾ പൊരി. പിന്നെ ചെക്കന് വേണ്ടിയിട്ട് മസാല ദോശ വേണമെന്ന് പറഞ്ഞ് ഒരു മുഴുത്ത മസാല ദോശ വന്നു. പക്ഷേ ഇത്രയും വലുതായിരിക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഞാനാണെങ്കിൽ എനിക്കൊരു മട്ടൻ ബിരിയാണിയായിരുന്നു പറഞ്ഞത്. മസാല ദോശ വന്നപ്പോഴത്തേക്കോ രണ്ടും കൂടെ മുട്ടനടിയായി ഒരു ദോശയ്ക്ക്. പിന്നെ അതിനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഭാഗം മുറിച്ച് വെച്ച് കൊടുത്ത് അടി എങ്ങനെ അവസാനിപ്പിച്ച് അങ്ങനെ കഴിക്കാൻ പിടിച്ചിരുത്തിയ കാഴ്ചയാണിത്. ആസ്വദിച്ച് പിന്നെ കടിച്ച് പറിച്ച് അവളുടെ കാണിക്കാവുന്നതിൻ്റെ മാക്സിമം എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടി. അങ്ങനെ മട്ടൻ ബിരിയാണി എത്തി. ഞാനാണെങ്കിലേ ചോക്ലേറ്റ് ഷേക്കും മാംഗോ ഷേക്കും ഒരുമിച്ചാണ് പറഞ്ഞത്. പക്ഷേ എത്തിയത് ചോക്ലേറ്റ് ഷേക്കായി. പിന്നെ അതിനായി തല്ല്. പക്ഷേ ഞാൻ മട്ടൻ ബിരിയാണി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ചെറുതായിട്ടൊന്ന് മാറി അത് ചിക്കൻ ബിരിയാണി ആയി പോയിട്ടോ. മാറിപ്പോയത് അവരുടെ മിസ്റ്റേക്കാണ്. പിന്നെ ബിരിയാണി എല്ലാം കഴിക്കാൻ പറ്റിയില്ല, പാഴ്സൽ ചെയ്ത് മേടിക്കേണ്ടി വന്നു. കാരണം കുഞ്ഞിപ്പെണ്ണ് ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പാഴ്സലും മേടിച്ചിട്ട് തിരിച്ച് പോകാൻ ഇറങ്ങുവാണേ. അങ്ങനെ പതുക്കെ അതിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് മീൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഫ്രഷും മത്തിയും ചൂരമീനും കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഓരോ കിലോ വീതം മേടിച്ചു. പിന്നെ അതിനിടയ്ക്കാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയായിരുന്നു. നല്ല ഒന്നാന്തരം മത്തി കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഒരു കപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്തി മുളകിട്ടതും കൂടെ വച്ചാൽ അടിപൊളിയായിരിക്കത്തില്ലേ എന്നുള്ള വ്യാമുഖത്തിൽ ഞാൻ പിന്നെയും കേരള സ്റ്റോറിൽ കയറി 1 കിലോ കപ്പ കൂടി ഞാൻ വാങ്ങിച്ചിരുന്നേ. പിന്നെ ഓട്ടോ വന്നു, ഓട്ടോയിൽ കയറിയിരുന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ച് രണ്ടുപേരും കൂടെ തമ്മിൽ തല്ലിയും ബഹളം വച്ചും ഒക്കെ. അങ്ങനെ പിന്നെ എൻ്റെ മോൻ്റെ ഒരിക്കലും തീരാത്ത കുറേ സംശയങ്ങളുമൊക്കെ ആയിട്ട് അതിന് ഉത്തരവുമായിട്ട് ഞങ്ങളങ്ങനെ ഓരോ കഥകളും പറഞ്ഞ് ഓരോ കാഴ്ച ഇങ്ങനെ കണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവൻ്റെ സംശയങ്ങളാണെങ്കിൽ ഒരു കാലത്തും തീരത്തില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വാങ്ങിച്ചു വെച്ച മത്തിയും ഈ ചൂരയും ക്ലീനാക്കി, ഈ ചൂര 2 പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് 2 പ്രാവശ്യമായിട്ട് കറി വയ്ക്കാം. അങ്ങനെ നാളത്തേക്ക് കപ്പയും മത്തി മുളകിട്ടതും റെഡിയാക്കാം. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ, ടാറ്റ, സീ യു.